അവസാനമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. കേരളം കണ്ട് ഏറ്റവും വലിയ സമീപകാലത്തെ ഭരണം കണ്ട ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ ആണ്ടിനാ പ്രസംഗിക്കുക. നാളെ കണ്ണൂർ കഴിഞ്ഞാൽ മറ്റന്നാളും പാറന്നൂരാ പ്രസംഗിക്കുക. ആ സമയത്താണ് ഞാൻ ഈ ഹദീസ് ഒത്തിട്ട് പറയുക. പാറന്നൂർ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് പ്രഭാഷണത്തിന് അങ്ങനെ ഞാൻ ഗൾഫിലാണ്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് കോഴിക്കോട് ജില്ലയിലെ പ്രസംഗത്തിന് പോയിട്ട് പാറന്നൂർ ഉസ്താദിന്റെ മഖബറിൽ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹത്തോട് മനസ്സിന്റെ ആഗ്രഹത്തോടെ പോയി. ഉസ്താദിന്റെ വീട് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. മക്കളെ കാത്തു നിൽക്കുകയാ. തിരുവാസി അടക്കമുള്ള ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾ ഞാനിവിടോട്ട് കടന്നു ചെല്ലുമ്പോ എല്ലാ ധാരണകളും കാറ്റിൽ പുറപ്പെട്ടിട്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. ഓടുവേണ്ടിട്ട് താഴോട്ട് മോന്തായം താഴ്ന്നു കിടക്കുകയാ. എനിക്ക് 5 അടി 10 ഇഞ്ച് ഉയരമുള്ള ഞാൻ തല കുടിച്ചിട്ടാണ് അകത്ത് കിടന്നത്. നേരെ പോയാൽ തലമുട്ടും മോന്തായത്ത് ഒരു പഴയ കരിക്കോലിന്റെ മുകളിൽ ഓടുവേണ്ടിട്ടൊരു കൊച്ചുവീട്. താഴ്ന്ന മക്കൾ എന്നെ സ്വീകരിച്ചിരുത്തിയിട്ടൊരു പലകക്കട്ടിലേക്ക് ഇരുത്തി. ആ കട്ടിൽ ഞാനിരുന്നപ്പോ ഒരു തലപ്പായ വിരിച്ചിട്ടിന്റെ മുകളിൽ എന്നോട് പറഞ്ഞു, മക്കൾ സാറേ മരിക്കുന്നത് വരെ വാപ്പ കിടന്നത് ഈ കട്ടിലില്ല. വെറും ഒരു പലകയുടെ കട്ടിലിൽ ഒരു പായ വിരിച്ചിട്ടാണ് കിടന്നത്. ആ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഖജനാവിന്റെ താക്കോല മനുഷ്യന്റെ കയ്യില. സമസ്തയുടെ പ്രഷറായിരുന്ന പാറന്നൂർ ഉസ്താദ് പലകക്കട്ടിലിൽ പായ വിരിച്ചിട്ട് കിടക്കുകയാ. അവിടെ കണ്ണീരിട്ടിയപ്പോഴാണോ പാതിരാ സമയം മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കിടന്ന മഹാനരങ്ങളുടെ കട്ടിലല്ലേ. ഈ വാതിന്റെ തിരക്കിലോടി നടക്കുന്ന ആമരിക്കതിൽ ഇരിക്കാനത് യാതൊരുവിധ യോഗ്യതയുമില്ല. ഞാൻ എഴുന്നേറ്റപ്പം മക്കൾ പിടിച്ചിരുത്തി എന്റെ തലയുടെ പുറകിലെന്തോളം ഇരിക്കുന്നത് പോലെ തോന്നി. ഞാൻ നോക്കിയപ്പോ മുകളിലുള്ള കളിക്കോലൊരു കയറ് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. മക്കൾ പറഞ്ഞു, സാറേ മരിക്കുന്നത് വരെ വാപ്പ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. ഈ കയറിൽ പിടിച്ചു നിന്നിട്ടാണ് നിസ്കരിച്ചത്. ഇരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല വാപ്പക്ക്. ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി. അല്ലാഹുവേ, ഞാനിടെ കഥയാ പറയുന്നത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കണം. 2 പേര് പുറകിൽ നിന്ന് താങ്ങി നിർത്തി കൈകെട്ടി തമ്പാന്റെ മുമ്പിൽ നിസ്കരിച്ചു. താങ്ങില്ലെങ്കിൽ വീണ് പോകും. അത്ര വലിയ അവസ്ഥയാ. അവസാനം സലാം വീട്ടിയിട്ട് നിസ്കരിക്കാൻ കഴിയാണ്. പായലേക്ക് നീണ്ടു വന്ന് കിടന്നിട്ട് കൈകെട്ടി പാറന്നൂർ ഉസ്താദ്. ആളുകൾ ചോദിച്ചു, സാറ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് പാറന്നൂർ ഉസ്താദ് ചോദിച്ചത്, ഇല്ലെങ്കിൽ എന്നാ ഞാനിങ്ങനെ നിസ്കരിക്കേണ്ടത്? അതെന്താ ഉസ്താദേ, നാളെ ഞാൻ പോവുകയല്ലേ കരിയോ ചെറുപ്പക്കാരാ, ഇത് വേറൊരു കക്ഷി വ്യത്യാസത്തിന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സ്വർഗത്തിന്റെ കാഴ്ച പറയുകയാ. ഞാൻ നാളെ പോവുകയല്ലേ. മരിക്കുന്നതിന്റെ തലേ ദിവസം മരിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞ ഔലിയാക്കളി വരാ. പിറ്റേ ദിവസം രാവിലെ ഭാര്യ കുളിപ്പിച്ചു. ഭാര്യയോട് പറഞ്ഞ് നന്നായിട്ട് കുളിപ്പിച്ചു. ഇനി നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. ഇത് അവസാനത്തെ കുളിപ്പിക്കലാ. ഭാര്യ പറഞ്ഞു, ഒന്നും പറയല്ലേ. നേരെ പോയി ഭാര്യയുടെ മടിയിലോട്ട് കിടന്നു. നോക്കുമ്പോ ഭാര്യ പറയുക എന്തോ പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ പറയുന്നതെന്താ, ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിലെ ആയത്താണ് ഓടുന്നത്. നാളെ പരലോകത്തിൽ ചിലരുടെ മുഖം പ്രകാശിക്കും, ചിലരുടെ മുഖം കറുത്ത് കിടക്കും. അല്ലാഹുവേ, എന്റെ മുഖത്ത് നീ പ്രകാശിപ്പിക്കണയല്ലാ, നീ പ്രകാശിപ്പിക്കണയല്ലാ. അവസാന സമയത്ത് ഖുർആന്റെ ആയത്തോടി ആ മനുഷ്യൻ മരിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം വേണോ? കൂടുതൽ നീട്ടിപ്പരത്തി ഞാൻ പറയുന്നില്ല. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയണം. മരിക്കുന്ന സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുകയാ. ആ സമയത്താണ് കാണാമാനവരോട് പറഞ്ഞു, യാസീനോട് ആരാ പറയുന്നത് സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പെടയവേ? കൂടെ നിന്നവരോട് പറഞ്ഞു യാസീനോട്. എല്ലാവരും യാസീനോടാണ് തുടങ്ങി. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അവിടെ യാസീന്റെ ശബ്ദം മുഴങ്ങി. യാസീൻ അവസാനിച്ചു കഴിഞ്ഞപ്പോ പള്ളിയിൽ ബാങ്ക്
വിളിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സക്കറാത്തിനെ പറയുന്നു, അസ്റായീൽ റൂഹ് പിടിക്കുകയാ. ആ സമയത്ത് ബാങ്കിന് മറുപടി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിന്റെ ശബ്ദം കേട്ടു. ഇവിടെ കിടന്നിട്ട് മറുപടി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ്. അവസാനം ബാങ്കിന്റെ അവസാനത്തെ പദവും കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സക്കറാത്തിന്റെ വേദനയിൽ പിടയവേ ഉറക്കെ ബാങ്കിന്റെ അവസാനത്തെ ലഫ്ദിന് മറുപടി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ശരീരം അനങ്ങിയില്ല. ആരുടെ കടയാണിത്? സഹാബത്തിന്റെ കടയല്ല, താബിഈങ്ങളുടെ കടയല്ല. 21-ാം നൂറ്റാണ്ടിന്റെ തുല്യതയില്ലാത്ത പണ്ഡിതൻ ഇങ്ങനെയാണ് മരിച്ചത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ. ആഖിറു അൽഫാദിൽ അദാനി മുകാരിറു ബിഅൻഫാസിൽ ഉഖറൽ ലതീ ലം തുആഖബി. ആഖിറു അൽഫാദിൽ അദാനി മുകാരിറു ബിഅൻഫാസിൽ ഉഖറൽ ലതീ ലം തുആഖബി. ആരെങ്കിലും വാങ്ങിന്റെ അവസാനത്തെ വാക്കിന് മറുപടി പറഞ്ഞിട്ട് മരിച്ചാൽ കബറിന് ശിക്ഷയില്ല, പരലോകത്ത് ഹിസാബില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാനൊന്ന് ചോദിക്കുകയോ, ഈ മംഗലാപുരത്തേക്ക് പോകുന്നവരിൽ ഏതെങ്കിലും വഴിക്കിന് പാഞ്ഞു പോകുമ്പോ എവിടെയെങ്കിലും ലോറിക്കടിയിൽപ്പെട്ടു മാംസക്കഷണങ്ങളായി ചിതറിത്തെറിക്കാനല്ല, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുമ്മ അമിദ്നാ ബി അഹദിൽ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ